അവരെ ദൈവസഭയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്തമാണ്. നിങ്ങൾ സത്യോപദേശത്തിലും ബാലശിക്ഷയിലും ഞങ്ങൾ എന്തെങ്കിലുള്ള ഇതിനെ വളർത്തിക്കൊള്ളാവും ദൈവത്തോടെ എനിക്ക് മറുപടിയാണ്. അതൊന്നും മറന്നുപോകരുത്. ബാലശിക്ഷയിലും സത്യോപദേശത്തിലും എന്ത് വളർത്തിക്കൊള്ളാവും ദൈവത്തോട് മറുപടി ചെയ്യുന്നത്. ഓരോ ശുശ്രൂഷയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ജോസഫിനെ കുറിച്ച് പറയുന്നത് മുലകുടി പ്രായം എന്ന് മാറിയപ്പോഴാണ് അവനെ ഇവിടെ കൊണ്ടുവരുന്നത്. മുലകുടി പ്രായം മാറിയപ്പോൾ എവിടെ കൊണ്ടുപോയി ആലയത്തിന്റെ ആലയത്തിൽ കിടന്നതിന് മുമ്പ് ദൈവത്തോട് ചേർന്ന് നേർച്ചയാണ് അവരെ എന്ത് ചെയ്തുള്ള പിതാവിന്റെ വേലയ്ക്കായി ദൈവത്തിന് വേണ്ടി നേർന്നതാണ്. ബാലനെ മകനെ നീ എനിക്ക് തന്നെങ്കിൽ ഞാൻ കൊള്ളാം നിനക്ക് വേണ്ടി എന്റെ വേലയ്ക്കായി അവനെ വചനം എന്തായിരുന്നു? ദുർലഭമായിരുന്നു. ഏരിയുടെ കാലഘട്ടമാണ്. ഏരിയുടെ മക്കൾ മക്കളായിട്ടുണ്ടായിരുന്നു. അവര് നീചമായ പ്രവർത്തികൾ മറ്റുള്ളവരുടെ ഇടയിൽ സമൂഹത്തിൽ പറയുവാൻ കഴിയാത്ത നിലയിലുള്ള മോശമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്ത് അവർ ആലയത്തിന്റെ പുരോഹിതന്റെ മക്കളാണ്. പക്ഷെ അവര് ജീവിതത്തിൽ പ്രമാണമില്ലാത്ത വളരെ നീചമായ നിലയിലുള്ള വിഷയങ്ങൾ ചെയ്തു. യോഹന്നാന്റെ ലേഖനം 3-ാം ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. 4-ാം വാക്യം 3-ന്റെ 3-ാം ലേഖനം 4-ാം വാക്യം ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് സ്തോത്രം സത്യത്തിൽ. ആമേൻ. ഹല്ലേലൂയ. മക്കൾ എവിടെയാണ്? സത്യത്തിൽ. അപ്പനും അമ്മയ്ക്ക് സന്തോഷിപ്പാൻ വലിയ വേദിയാണ്. എന്റെ മക്കൾ എങ്ങനെയാണ്? സത്യത്തിൽ. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നത് കേൾക്കുന്നത് മാതാപിതാക്കൾ വളരെ സന്തോഷം. സഭയെ സംബന്ധിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു, വചനത്തിന്റെ വ്യവസ്ഥയിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നത് നമുക്ക് വളരെ സന്തോഷം. അപ്പോൾ ഇവിടെ പറയുന്നത് സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നത് സന്തോഷം എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെയില്ല. പ്രൈമിസ്റ്റായെന്ന് പറയുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്. ഒരു ദൈവവേദനെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവഴിയിൽ നടക്കുന്നു എന്ന് കേൾക്കും. ചില മാതാപിതാക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? വളരെ സങ്കടത്തോടെയാണ് ചില കുഞ്ഞുങ്ങളൊക്കെ അനീതികളും അക്രമങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ എന്ന് പറയുക അങ്ങനെ മകനില്ല, ഇതിനുള്ളത് വേണ്ട എന്ന് പറയുന്ന നില നാം പത്രമാസികകളും നവ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ എത്തിയിരിക്കും കാണുന്നു, ദിനംപ്രതി കാണുന്നു. അങ്ങനെ ഒരു മകൻ എനിക്കില്ല. ഒരു മകൻ അമ്മയെ കൊല്ലാൻ തുടങ്ങി, വല്യമ്മയെ കൊന്നു, സഹോദരനെ കൊന്നു, അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൊന്നു, ബന്ധുക്കളെ കൊന്നിട്ട് കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു? ആത്മഹത്യയിൽ രക്ഷപ്പെട്ടു. അതിനകത്തൊന്നും രക്ഷപ്പെട്ടു. ആ ഒരു ആവേശത്തിൽ ചെയ്തത്. അമ്മ അവനെ കുറച്ച് കൂടിയൊക്കെ പറഞ്ഞു, എന്നാലും അപ്പൻ എന്നോട് അനുവദിച്ചു. വളരെ അർത്ഥം അതൊരിക്കലും അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കരുതെന്നാണ് ചെയ്യുന്നത്. ഒരു മാതാപിതാക്കളും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള നിലയിലേക്ക് പോകും. എപ്പോഴും മാതാപിതാക്കൾ അമ്മയും കുഞ്ഞുങ്ങളൊക്കെയാണെങ്കിൽ പ്രായമുള്ളവരൊക്കെ വളരെ കൂടുതലായി വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ച ആ വേദപുസ്തക ഭാഗമാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ സദൃശ്യവാക്യം. അത് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേട്ടാൽ നമ്മുടെ ജീവിതം ഏതെല്ലാം മേഖലകളിൽ സൂക്ഷിക്കാം, ഏതെല്ലാം മേഖലകളിൽ കരുതാം, എങ്ങനെയുള്ള
ഭവനത്തിലുള്ളത്, സമൂഹത്തിലുള്ളത്, സഭയിലുള്ളത്, രാജ്യത്തുള്ളത്, ഏത് നിയമങ്ങൾ എവിടെ ചെന്നാലും നിലനിർത്തുവാൻ ആവശ്യമുള്ള അനേക ഉപദേശങ്ങൾ എവിടെയുണ്ട്. എങ്ങനെ നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരോട് ധാർമ്മികമായിരിക്കുന്ന ജീവിതത്തിൽ നിലവാരം പുലർത്താം, അധാർമികതകളുണ്ട്. നമ്മൾ ഏത് നിലയിൽ പോയാൽ അധാർമികതയിലേക്ക് പോകും, മദ്യപിച്ചാലുള്ള വഴക്കും അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ, എങ്ങനെയുള്ള അമ്മയുടെയും അപ്പന്റെയും വാക്ക് കേൾക്കാതിരുന്ന അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന സ്ഥലം. 3000-ലധികം സദസ്യവാക്യം അദ്ദേഹം എഴുതി എന്നാണ് പറഞ്ഞത്. ജ്ഞാനം പ്രാപിക്കാനും ബുദ്ധി പ്രാപിക്കാനും വിവേകികൾക്ക് എന്തുണ്ടാകുവാനും ജ്ഞാനം ഉണ്ടാകുവാനുമാണ് ശലോമോന്റെ സദസ്യവാക്യം. അതിലെ 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 20-ാം വാക്യം 11-ാം വാക്യം 23-ന്റെ 11. 23-ാം അധ്യായം സദസ്യവാക്യങ്ങൾ അതിന്റെ 11-ാം വാക്യം. അവരുടെ പ്രതികാരോ അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കാം. ചത്തുപോകില്ല. വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിർത്തിയിരിക്കും. സ്തോത്രം. ചത്തുപോകില്ല. അത് ന്യായമായ രീതിയിൽ അവരെ എന്ത് ചെയ്യണം? വടികൊണ്ടടിക്കും. പക്ഷേ അങ്ങനെ ചെയ്താൽ എന്തുണ്ടാകും? അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. മകനെ, നിന്റെ ഹൃദയത്തെ ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയവും സന്തോഷിക്കും. അപ്പന്റെ ഹൃദയവും സന്തോഷിക്കാതെ അമ്മയുടെ ഹൃദയം സന്തോഷിക്കും. എന്റെ അതിരം നേരെ സംസാരിച്ചാൽ എന്റെ അതിരങ്ങൾ മക്കളെ നേര് പറയുന്നത് കേൾക്കുമ്പോൾ അകത്തണമല്ല സന്തോഷം, ആനന്ദം. മൂത്ത മകള് അതതിന് കള്ളം പറയത്തേ ഇല്ല, പറയത്തേ. ഇളയ മകൾ നല്ല എന്നാൽ അടിക്കുമല്ലോ ഓർത്ത് മൂളി ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അവരെ ശ്രദ്ധിക്കുകയാണ് കുഞ്ഞിൽ വരുന്ന മാറ്റം. ചെറിയ കാര്യത്തിൽ കള്ളം പറയുന്ന ആളാണ്. അപ്പോൾ ചില കാര്യങ്ങൾ അടിക്കുമെന്ന് വന്നപ്പോൾ അതൊന്നും ചെറിയ മൂടി ഡയറക്റ്റായിട്ട് കള്ളം പറയാതെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി പോകുന്ന രീതിയിൽ മാതാപിതാക്കൾ വളരെ സൂക്ഷ്മതയോടെ കുഞ്ഞുങ്ങളെ പഠനം നടത്തുന്നതുകൊണ്ടാണ് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുന്നത്. പറയുന്നത് നിന്റെ ഹൃദയം പാപികളോട് ഏത് സമയത്ത് എന്ത് വേണം? എല്ലായ്പ്പോഴും ഭക്തിയോടുകൂടി നിശ്ചയമായും ഭംഗം വരികയും. സ്തോത്രം. മകനെ കേട്ട് ജ്ഞാനം പഠിക്കാം, ഹൃദയത്തെ വഴിയിൽ നടത്തിക്കൊള്ളുക. വീഞ്ഞ് കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ മാംസഭോജപ്രിയതയുടെ ഇടയിലും ഇരിക്കരുത്. അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു സ്വാധീന ശക്തിയുണ്ട്. ആ ശക്തി നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ. എനിക്കറിയാവുന്ന എൻ്റെ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. ആലുവ ടൗണിൽ 35-40 സ്ഥലത്ത് ടൗണിൽ 10 ലക്ഷം രൂപ സെന്റിൽ അറിയിപ്പുള്ളൂ. അദ്ദേഹം റെയിൽവേയുടെ കോൺട്രാക്ടറൊക്കെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ മരിച്ചുപോയി. അവിടെ വാങ്ങി അദ്ദേഹത്തിന്റെ പരിപാടി ഇങ്ങനെ ഈ രാവിലെ കടവിൽ പോയിട്ട് കരിമ്പങ്കാല കട അറിയപ്പെടുന്ന കടമാണ്. അവിടെ കഴിഞ്ഞാൽ വള്ളങ്ങൾ ഇങ്ങനെ വെളുത്ത 3 അതിനകത്ത് വലിയ ചേർമീൻ, ആറ്റുവാളി, മഞ്ഞൾപ്പൊടി അങ്ങനെ ഉള്ളതെല്ലാം നമ്മളിവിടെ കൂരിൽ എന്ന് പറയുന്ന ആളുകൾ അവർ പറയുന്ന ഒട്ടേറെ പുല്ലൻ അങ്ങനെയുള്ളതെല്ലാം ഇഷ്ടം പോലും
വെയിലത്ത് വെച്ച് വലയൊക്കെ വെച്ച് ഉണക്കി എന്നിട്ട് വലിയ പീസിൻ്റെ ഫ്രൈ കിടക്കാൻ തുടങ്ങി എന്നിട്ട് അന്നേരം കുറച്ചെടുത്ത് രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ലോട്ടറി കെട്ട് നടക്കും സമയത്തിൻ്റെ അർത്ഥം ലോട്ടറി എടുത്ത് ഇടയ്ക്ക് വല കിട്ടും മുഴുവൻ പോയി ആദ്യം അവരുടെ 15 സെന്റ് കണ്ടു ആലുവായി എന്നിട്ട് 15 സെന്റ് തന്നെ കിട്ടും ഭാര്യ ഒരു ഭാഷ 30 ലോട്ടറി എടുത്ത് കളയും 1-2 ലക്ഷം രൂപ 2 കോടി രൂപയ്ക്കുള്ളുള്ളതുകൊണ്ട് പിള്ളേർ കയറി ഉറക്കിട്ടപ്പോൾ 15 സെന്റ് 12 സെന്റ് സ്ഥലം വാങ്ങിക്കൂടെ കിട്ടും അത് മുഴുവൻ എടുത്തിരിക്കണം ലോട്ടറി എടുക്കുക പിന്നെ ഇതുപോലത്തെ മാംസപ്രിയത അല്ലെങ്കിൽ ആ ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തി ഭക്ഷണം നമുക്ക് ന്യായമായിട്ട് ആവശ്യമുള്ളത് കഴിക്കാം പക്ഷെ അതിനെക്കുറിച്ചുള്ള എത്ര മീൻ ഞാൻ കുടിക്കുന്നത് 30,000 രൂപ മീനാണ് 3000 രൂപ മീൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കടയിൽ മേടിക്കും അത് 9,000 രൂപയാണ് കാരണം അവിടെ 40 രൂപ 40 രൂപയൊക്കെ 30 രൂപയൊക്കെ വാഴയൊക്കെ അത്രയും വലിയ ഒരു കുറച്ചില്ല ഞാനൊരു കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് ഫ്രഷായിട്ട് കടലിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ ലക്ഷറി ബാറുകാരും റെസ്റ്റോറൻറ്റുകാരും എല്ലാം നമ്മൾക്കാണ് എടുക്കുന്നത് ഈ സാധനം ഇങ്ങനെ 3,000-5,000 രൂപ ലേബൽ പറഞ്ഞതിൻ്റെ അർത്ഥം സകല സന്ധി പരീക്ഷണമില്ല അതൊക്കെ പറയുന്നത് ആരാ അദ്ദേഹത്തെ ഇൻസെപ്റ്റ് ചെയ്യാൻ നമ്മുടെ കണ്ണിന് മുട്ടി നടന്ന ആ സംഭവങ്ങൾ നമുക്കെല്ലാം ബുദ്ധിപദേശം എല്ലാത്തിനും ഒരു പരിചയം കണ്ണിക്ക് അപ്പുറത്തേക്ക് എന്ത് ചെയ്യും സദസ്യവാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കും വായിക്കുന്ന ഇങ്ങനെ കുറച്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ അമ്മയിൽ പറയുന്നത് കുടിയനും അതിഭക്ഷകൻ അതിഭക്ഷകൻ എന്നോട് ഈ ഞാൻ അവരെ അത് അതിഭക്ഷകൻ കുടിയനും കുടിക്കുന്നവർ മാത്രമല്ല അതിഭക്ഷകൻ ദരിദ്രരായിത്തീരും. സ്തോത്രം. ഏത് ഭക്ഷണവും എത്ര ശ്രേഷ്ഠതയാണ് കഴിച്ച് തൊണ്ടക്കോട് താഴെ തിരിച്ചു വന്നതല്ല ടേസ്റ്റും മണത്തിൽ എന്താണ് വ്യത്യാസം. മനുഷ്യന്മാർ പറയുന്നത് ഈ ഭക്ഷണം ഏത് എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ പറയും മതി എന്ന് പറയുന്ന ഭക്ഷണങ്ങൾ വേറെ ഒന്നിനെ കുറിച്ച് പറയും. ഇതിലൂടെ പറയുന്നത് ഇതിന്റെ അടുത്ത വാക്ക് നിത്യാശത്വം നിദ്രാലുത്വം വഴുന്നുണി എന്താക്കും കൊടുക്കുമാറാക്കും. നല്ല സെറ്റപ്പിൽ നടന്നതൊക്കെ ഏതായിട്ട് പഴയ പഴന്തുണി ഇത് ആരെഴുതിയിരിക്കുക ശലോഭൻ പുള്ളിയുടെ ഓരോ നൃത്യവൃത്തി എത്ര ആയിരക്കണക്കിന് ആടുമാടുകളാണ് എത്ര ജോലിക്കാരാണ്. യൂണിയന്റെ രാജ്ഞി വന്നിട്ട് ഇത് കണ്ടപ്പോ എന്താ അവരുടെ ഇരിപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അവർ കേട്ടതിനേക്കാൾ വളരെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ് പ്രകീർത്തിച്ച വ്യക്തിയാണ് രാജ്യം ഭരിക്കുന്ന രാജാവ്. അദ്ദേഹത്തിന്റെ കണ്ണിന് മുമ്പിൽ ജീവിതത്തിൽ കണ്ട അനുഭവിച്ച കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ബുദ്ധിപദേശത്തിന് വേണ്ടി എന്ത് എഴുതിയിരിക്കും. സ്തോത്രം. എന്നിട്ട് പറയുകയാണ് ഇതിനെ ധരിപ്പിച്ച അപ്പന്റെ വാക്യത പിന്നെ ഇതിന്റെ അമ്മ ഒച്ചയായിരിക്കുമ്പോ സ്റ്റാൻഡേർഡ് പോലെയാണ്. നിങ്ങളെല്ലാം എന്താ ഓൾഡ് ജനറേഷനാണ്, ഞങ്ങളെന്താ പുതിയ ന്യൂ ജനറേഷൻ. നന്മകളൊന്നും നമ്മളെ പ്രായമാകുമ്പോൾ അമ്മയെന്ത് നിന്ദിക്കാൻ ഗ്രാമം പോലെ എന്നൊന്നും പറഞ്ഞ്
സ്തോത്രം. അപ്പന്റെ എന്ത് കേൾക്കണം? വാക്ക് അപ്പന്റെ വാക്ക് അത് കേൾക്കുക. എല്ലാവരും അമ്മയുടെ വാക്ക് കേൾക്കുന്നത്, അപ്പന്റെ വാക്ക് കേൾക്കരുത്. അപ്പന്റെ വാക്ക് കേൾക്കില്ല. നിലയിൽ അങ്ങനെ ചെയ്യരുത്. അത് ദോഷമുണ്ടാകും. സ്തോത്രം. സ്തോത്രം. അപ്പന്റെ വാക്ക് തന്നെ കേട്ട് അപ്പൻ തള്ളിക്കളെ. രണ്ടുപേരുടെയും വാക്കില്ല. കേൾക്കുക. ഒരിക്കലും അമ്മ വൃക്ഷയാകുമ്പോൾ എന്ത് ചെയ്യരുത്? തള്ളിക്കളെ. അപ്പനാണ് എങ്ങനെയൊക്കെ വിളിച്ചത്. അമ്മ വൃക്ഷയാകുമ്പോൾ എന്ത് ചെയ്യരുത്? നിന്ദിക്കരുത്. സത്യവൃത്തിയല്ല വാണിയത്തിലെ വേണ്ടത്. ഞാനും പ്രബോധനവും വിവേകവും. നീതിമാന്റെ അപ്പൻ എന്ത് ചെയ്യും? അപ്പനേറ്റുമാണ്. ആനന്ദിക്കും. സ്തോത്രം. മക്കൾ സത്യത്തിൽ നടക്കും. എന്റെ മകൻ നീതിമാനാണ് എന്ന് പറയുമ്പോൾ അപ്പൻ വളരെ ആനന്ദം. അവന് കള്ളം പറയുകയില്ല. വളരെ മാന്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. എന്നോട് പറയും, പാസ്റ്ററെ എന്റെ ഒരു കൂട്ടുകാരൻ ചെയ്തതാണ്. ഞാൻ പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ട് അവര് ഒരു മുട്ടായി എടുത്തിട്ടുണ്ട്. മുട്ടായി മേടിക്കത്തില്ല. മേടിച്ചപ്പോൾ പപ്പ ഞാൻ മുട്ടായി മേടിക്കുന്നു. ബാക്കി പോയി പൈസ കറക്റ്റ് കൊണ്ടിട്ട് ഇവിടെ പേഴ്സിലാണ്. എന്നോട് പറഞ്ഞ പക്ഷെ എത്ര രൂപ പേഴ്സിലെടുത്താൽ ഒരു പൈസ എടുക്കില്ല. അവരെടുത്ത് സ്തോത്രം. സ്തോത്രം. അപ്പൻ്റെ ഒരു വിശ്വാസം, വാക്ക് പറയുന്നത് സന്തോഷം. മതിപ്പാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ നിഷേധിക്കുന്നുണ്ട്. അവനാ ചെറിയ പ്രായത്തിൽ മുതൽ അവന്റെ പേര് തിമോത്തി എന്ന് പേരിലും വളരെ അതിനകത്ത് അർത്ഥം. സ്തോത്രം. സ്തോത്രം. ഈ അന്ന് പഴയ കാലത്തിൽ വേറൊന്നില്ലാതിട്ടാണ് പൊടിമോനെ കുഞ്ഞുമോനെ അങ്ങനെ വളരെ വാത്സല്യത്തോടെ എന്ത് ചെയ്യും? മോനെ കുഞ്ഞുമോൻ പൊടിമോൻ തങ്കമ്മ രണ്ടമ്മ ഇങ്ങനെ അമ്മ ചേർത്ത് എന്ത് ചെയ്യും? അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാരണമുണ്ട്. ഞാൻ പഠിക്കുന്ന സമയം അദ്ദേഹം കേൾക്കുന്നൊക്കെയാണ്. എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ചീഫായിട്ടുള്ള ഒരു മനുഷ്യനൊരു ഇംഗ്ലീഷുകാരൻ സാഹിത്യം. ആ സാഹിത്യത്തെ പല രീതികളും അദ്ദേഹത്തിന് ഇഷ്ടം. അതുകൊണ്ട് രണ്ട് പിള്ളേർക്കും സാഹിത്യമാരെ വേണം. ഞാൻ നമ്മുടെ വീട്ടിനകത്ത് വേണ്ടത് അവിടെ വീട് വന്നു. മൂത്ത പേര് ചെറി, ഇളയന്റെ പേര് ചോണി. ചെറിയ നല്ല നിലയിലാണ്. അവനിപ്പം രണ്ടുപേരും മുമ്പ് കോളേജിൽ എഞ്ചിനീയറാണ്. അവന്റെ ആ പേരെടുത്ത് അവന്റെ ഇന്നൊരു അപ്പൽ 2000 രൂപ. ഈ അപ്പം തന്നെ പറയാം. അവന്റെ ഇന്നത്തെ അപ്പൽ എത്രയാണ്? അവൻ ആ രീതിയിൽ അവന്റെ ആവശ്യത്തിൽ ഈ അപ്പം വരക്കില്ല. അപ്പനത് അർപ്പിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോ 7 ആയിട്ട് അർപ്പിച്ചു. ഒരു ചെരുപ്പ് കീറിയിട്ട് അതിന്റെ അടിവശം തേങ്ങിട്ട് ഉപ്പുറ്റി നിരത്തൂടെ വലിഞ്ഞാലും അമ്മമാണ്. ഒരപ്പന്റെ മക്കളാണ്. പക്ഷെ ആ മക്കളൊരു പോഷ രീതിയിലുള്ള പോക്കാണ്. അവൻ ചെറിയ സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നു. അവന് എനിക്കറിയാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നീതിമാന്മാരായിരിക്കുന്നു. സത്യത്തിൽ അതിനെ 1-2 വാക്യങ്ങളുടെ സദൃശവാക്യങ്ങളിൽ വായിക്കുക. ജ്ഞാനിയുടെ ജനകൻ അവരിൽ എന്ത് ചെയ്യും? നിന്റെ അമ്മയപ്പന്മാർ എന്ത് ചെയ്യട്ടെ? സന്തോഷിക്കട്ടെ. നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ നിന്റെ ഹൃദയം എനിക്ക് എന്റെ വഴി നിന്റെ കണ്ണിലിമ്പമായിരിക്കും. ദൈവത്തിന്റെ വഴികളെ കുറിച്ചാണ് എന്ന് പറയുന്നു. വേശ്യാസ്ത്രീ ആഴമുള്ള കുടി മനസ്സിൽ ഇടുന്നുള്ള വിടറുമാകുന്നു. അവർ പിടിച്ചു പരികാരം പോലെ ഉപദേശമാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സദൃശവാക്യങ്ങൾ ആഴമായി ഒന്ന് വായിച്ചാൽ മതി. എവിടെല്ലാം വീഴ്ചകളുണ്ട്, എവിടെല്ലാം തകർച്ചകളുണ്ടാകും, എവിടെല്ലാം നമുക്ക് ഉയർച്ച. മനുഷ്യരിൽ രോഗികളെ വർഷിപ്പിക്കുന്നു. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം,
ആർക്കാ അപരാധി? അനാവശ്യമായ മുറിവുകൾ ആർക്കാണ് കണ്ണിന്റെ ചുമ വീഞ്ഞ് കുടിച്ച് കണ്ണിൽ വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിക്കുന്നവരെ കണ്ണു നമ്മളൊക്കെ കണ്ണ് ചുമന്ന് കിടക്കുന്ന കണ്ണിലെല്ലാം കണ്ണിനസുഖമാണ്, കണ്ണിന് വല്ല വീഴ്ച വീണോ, കണ്ണിൽ എഴുതിയോ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ വീഞ്ഞ് കുടിച്ചുകൊണ്ട് നേരെ വൈകുന്നവർ മനുഷ്യൻ രുചിച്ചു നോക്കുവാൻ പോകുന്നു. രണ്ടോ മറ്റൊരു സ്ഥിരമാണ് ഈ പുള്ളി ഒന്ന് രുചിച്ചോ ടേസ്റ്റ് ചെയ്യാനെന്നില്ല പോയത്. നോക്കുന്നവർക്കും തന്നെ വീഞ്ഞ് ചുവന്ന പാത്രത്തിലേക്ക് ഇറങ്ങുന്നതും രസമായി ഇറക്കുന്നതും ഈ നോക്കരുത് കേട്ടോ. പാർലിന്റെ വീടുകളൊക്കെ പോകുമ്പോഴും എവിടെകളൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? കൂട്ടുകാരൊക്കെ അടിക്കും. 14 വയസ്സോളം 8 വയസ്സോളം 12 വയസ്സിൽ എണ്ണി പഠിക്കുന്നതും അടിക്കും. ഇപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് എന്ത് ചെയ്യും വന്നു. അങ്ങനെ ഇരിക്കുന്നവരുടെ നീ നോക്കരുത്. അങ്ങനെ നോക്കിയാൽ അത് ഒടുക്കം സർപ്പം പോലെ കടിക്കും. ഒരു ആകർഷണമുണ്ട്, അത് നമ്മളെ സ്വാധീനിക്കും. അതുപോലെ കുത്തും. കേട്ടോ, അണലി പോലെ എത്ര മാരകമായിരിക്കുന്ന വിഷയം. അപ്പോഴാണ് ഇതിനെ കണ്ട പല സ്ത്രീകളെ എന്ത് ചെയ്യും? തെറ്റിലേക്ക് പോകുവാനുള്ള ധാർമ്മികത നഷ്ടപ്പെടും. നിന്റെ ഹൃദയം എന്ത് പറയും? നീ നടുക്കടലിൽ ശയിക്കുന്നതിനെ പോലെയും പാവനത്തിന് മുകളിൽ ഉറങ്ങുന്നവനെ പോലെയാണ്. അതുപോലെ നമുക്ക് മുകളിലാണ്. അവരെന്നെ അടിച്ചു, എനിക്ക് നോക്കില്ല. അവരെന്നെ തല്ലി. ഞാൻ അതിന് പോലും എന്നെ കണ്ടിട്ട് പട്ടിയെ തല്ലുന്നതുപോലെ തന്നെ ഇതുപോലായിട്ട് അവർ പറഞ്ഞ് എനിക്കൊന്നും അടിയേറ്റില്ല. എന്നെ അറിയില്ല. അതേ നിലയിൽ ഞാൻ ഉണരുമ്പോൾ, ഞാൻ എപ്പോൾ ഉണരും, ഞാൻ ഇനിയും അത് തന്നെ ഞാൻ തേടുമെന്ന് പറഞ്ഞു. രാവിലെ എണീക്കുമ്പോൾ പിന്നെയും ഇതിലേക്ക് തന്നെ ഉണ്ടോ? എത്ര കാര്യങ്ങളാണ് നമ്മെ ഓർപ്പിക്കുന്ന ഈ കാര്യത്തിൽ. അതിന്റെ 22-ാം അധ്യായത്തിൽ 15-ാം വാക്യം പറയുന്നത്, ബാലന്റെ ഹൃദയത്തോട് ദോഷപ്പെടുത്തിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വഴി അതിനെ ശിക്ഷിച്ചാൽ മാറും. തെറ്റിയത വീട് ചെയ്യും. അവർ ചെയ്യും. നമ്മളുടെ പട്ടിയൊക്കെ ആണെങ്കിൽ പട്ടിക്കുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു കാര്യം തെറ്റിയിരുന്നു വഴിയൊക്കെ നോക്കി വീണ്ടും പിന്നെ ചെയ്യുന്നു. ഈ കുതിര ഈ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ബാലിന്റെ വ്യക്തി വേണം കുതിര ചെയ്യും. കേട്ടിട്ടില്ല? ബാൻഡ് വേണം കുതിര ചെയ്യാൻ ചാടും. കാലിൽ ഉറപ്പിക്കുന്ന അത് ശബ്ദം എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്? ബാൻഡ് കേൾക്കുന്ന ചാടുന്നത് വലിയ പിടിച്ചുപിടിച്ചിട്ട് മുകളിൽ കട്ടിയുള്ള തലകിട്ടും. തടിയിട്ടിട്ട് അതിനടിയിൽ തീ കത്തിച്ചില്ല. തീ കത്തിക്കുമ്പോൾ ഈ തലയുടെ ചൂടാക്കി കുതിരയൊക്കെ ഉണ്ടെങ്കിൽ അതിനുശേഷം ഈ ചൂടാക്കി തല അടിയിൽ തീട്ടെ ചൂടാകും. അപ്പോൾ അതിനനുസരിച്ച് ഇവരെന്ത് ചെയ്യും? കൊട്ടും. ബാൻഡടിക്കാൻ തുടങ്ങുമ്പോൾ കുതിരയുടെ തലയിൽ ഫീഡ് ചെയ്ത് എപ്പോഴും അതുകൊണ്ടാണ് ഈ ചൂട് വരുമ്പോൾ ഇത് കാലെന്ത് ചെയ്യും? ഇളക്കി ചവിട്ടാൻ. പിന്നീട് എപ്പോൾ ബാൻഡടിച്ചാലും ഇതുപോലെ കുതിര എന്ത് ചെയ്യും? കാൽ ഉയർത്തി പറഞ്ഞു വരുന്നത് സാരം. ഓരോരുത്തരും അതിൻ്റെതായ ട്രെയിനിങ് വെച്ചു. അപ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ബാലന്റെ പരിജ്ഞ ഹൃദയത്തോടെ ദോഷത്തിനെതിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വഴി അതിനെ അതിൽ നിന്ന് ആദായം ഉണ്ടാക്കേണ്ടതിനും എളിയവരെ പീഡിപ്പിക്കുന്നവരും ധനവാന് കൊടുക്കുന്നവരും ജ്ഞാനികളുടെ വചനങ്ങളെ ചെവിചായ്ച്ചു കേൾക്കുക. എന്റെ പരിജ്ഞാനത്തിന്റെ മനസ്സുകൾ അവയെ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നു. നിന്റെ ആദരങ്ങളിൽ അവയൊക്കെയും ഉറച്ചിരിക്കുന്നു. മനോഹരം. നിന്റെ ആശ്രയം യഹോവയിൽ ആയിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് തന്നെ ഉപദേശിക്കുന്നു. എപ്പോഴും ആശ്രയം എവിടെയായിരിക്കണം?
തന്നെയും അവർ ദൈവത്തെ വിളിക്കുന്നവരാണെങ്കിലും അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിലും മക്കൾക്ക് എന്ത് വേണം? അതേ ആശ്രയം യഹോവയിൽ തന്നെയായിരിക്കും. അപ്പനെ ആശ്രയിക്കുന്നു, അമ്മയെ ആശ്രയിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. നമുക്കും എന്ത് വേണം? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം. അത് കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ നാം എന്ത് ചെയ്യണം? പരിശീലിപ്പിക്കുമ്പോൾ അതാ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. പ്രാർത്ഥിച്ച് സ്വയമായി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചൊരു കുഞ്ഞ്, അതിനെ ഏത് അനീതിയുള്ള ദേശത്തെത്താനും അത് അനീതിയിലേക്ക് പോയി അതിനെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് അവർക്ക് ആലോചന പറഞ്ഞു. കേട്ടോ, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതയാണത്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവാണ്. അതുകൊണ്ട് ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ബോധം നമ്മളാരും അവർ കാണില്ല. അതിന് കുറച്ച് കാലം കഴിയുമ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പഠിക്കാനായിട്ട് ഇന്നത്തെ കാലം അനുസരിച്ച് അവരെ വിദേശത്തേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലോ പല ഭാഗത്തിൽ അവർ പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് തുറന്ന ഒരു കൂട്ടിൽ നിന്ന് അടച്ച കിളികളെ തുറന്നു വിട്ട പോലെയുള്ള രീതികളാണ്. അവർ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മെ മാടി പിടിച്ച് നമ്മുടെ കണ്ണിന് മനോഹരത്വം കാണിക്കുന്ന അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കാണുവാനിടയായിരിക്കും. പക്ഷേ അതിനെക്കുറിച്ച് ആകർഷിക്കപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ ഇവിടെ കുഞ്ഞുങ്ങൾ പോകുന്നതിന് മുമ്പ് ചെറിയ പ്രായത്തിൽ തന്നെ പരിശുദ്ധാത്മാഭിഷേകം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ആത്മാവ് ഓർക്കുന്നത് പാവമാണ്, അത് നീതിക്ക് നിരക്കാത്തതാണ് എന്ന് ഓർമ്മപ്പെടുത്തി ആമീൻ എന്ത് ചെയ്യും? ന്യായവിധിയിൽ നിന്ന് വേറെ ഭാഗത്ത് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ സകല സത്യത്തിലും ദൈവാത്മാവ്. അവിടെ നമുക്ക് വേറെ ആരുമില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകത്തോടെ ആത്മാവ് വരെ നടത്തും. അവരുടെ അകത്ത് പണ്ട് കേട്ട വചനങ്ങളൊക്കെ ചില വിഷയങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ആത്മാവ് ഓർപ്പിച്ചിട്ട് പറയും, അന്ന് കേട്ട വചനമില്ലേ, ആ വചനം നമ്മുടെ അകത്തളങ്ങളിൽ ഉരുവിടാൻ തുടങ്ങും. ഉരുവിട്ടവർ ബലപ്പെടുവാനിടയാണ്. അവർ വേറെ വഴിയിലേക്ക് പോയി അവരാ പ്രമാണത്തിൽ നിൽക്കുവാനിടയാണ്. അതാണ് എപ്പോഴും ഏത് കാര്യത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ വേണം? സത്യത്തിൽ നടക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ അതിനപ്പുറമായ ഒരു വലിയ സന്തോഷം ഇല്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരായി തീരുവാൻ നാം അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു കൊടുക്കണം. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. കർത്താവ് പറഞ്ഞത് എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. കർത്താവ് പറയുന്നു, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. അവൻ വന്നാൽ നിങ്ങളോട് കൂടെ ഇരിക്കും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ 3-4 ദിവസം രാത്രി ഇവരോട് ദൈവാത്മാവിനെ കാണും. നാളെ നല്ല വെയിലായിരിക്കും. 3-4 ദിവസം ഞാൻ ആദ്യമൊന്നും മഴ പോലെ അപ്പൊ കണ്ടതിൻ്റെ അകത്ത് ദൈവാത്മാവ് പറഞ്ഞത് മാറ്റം തന്നെ. അന്നത്തെ ദിവസം അതുപോലെ വരെ ഉണങ്ങിയ കാലാവസ്ഥ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരു ചെറിയ കാര്യം പോലും ആരോട് പറയും? നമുക്കൊരു ബലത്തിന് വേണ്ടി പറയും. ചെറിയ കാര്യം പോലും ദൈവാത്മാവിന്റെ. ഞാൻ ഇന്നലെ പിന്നെ ഒരാളോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞപ്പോ അവര് ശവടത്തിൽ പോയി. ഞാൻ പറഞ്ഞ അവരുടെ അമ്മ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചത് മുരളിയത്. ഞാൻ പറഞ്ഞു, നിന്നെ അന്നേരം അവർ മുരളിയിരിക്കും. അത് ഭാഷകളിൽ എപ്പോ അത് കണ്ടത്? ഭാഷകളിൽ എപ്പോ കണ്ടത്? വീട്ടിൽ ഒരു ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ 3 വഴികൾ ആത്മാവിൽ തെളിയിക്കും. അവിടെ ക്യാമറ കണ്ടൊന്നും വേണ്ട, അതിനേക്കാൾ ഉള്ളതാണ് അഗ്നിജ്വാല.
വ്യക്തികൾ സംസാരിക്കുമ്പോൾ അവരുടെ അകത്തുള്ള മനോഭാവം നമുക്കറിയാം. ഇതിനാണ് പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ആഴങ്ങളെ എന്ത് ചെയ്യും? ഒരു പാട്ടിലെ ആഴങ്ങൾ തേടുന്നു ദൈവം. ആഴങ്ങൾ തേടും, ആഴങ്ങൾ പറയും. ഉണ്ടോ? ശമരിയ സ്ത്രീയെ കണ്ടപ്പോൾ യേശുവിന്റെ സാധാരണ രീതിയിലാണ് സുവിശേഷം. അവളെ വിവേചിച്ച ദൈവാത്മാവ് അവളുടെ ജീവിതത്തിലെ ചരിത്രം എന്ത് ചെയ്തു? തീരിൽ തെളിയുന്ന പോലെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. പലരുടെയും പല രീതിയിലാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ ദൈവാത്മാവ് ഇതുപോലെ നമുക്ക് വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് പറയുന്നത് ചെറിയ കാര്യം, ഞാൻ അന്യഭാഷ പറയാൻ മാത്രമുണ്ടല്ല. ഒരു കൈനോട്ടക്കാരന്റെ വന്നിട്ട് ഇടയ സ്ത്രീകൾ പോലെയുള്ളവർ വന്നിട്ട് നമ്മുടെ അകത്തിരിക്കുന്ന പല കാര്യങ്ങൾ, വീടുകളിലുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും. അത് അവർ സേവിക്കുന്ന ഒരു ആത്മാവാണെന്ന് അത് വെളിപ്പെടുന്നു. അങ്ങനെയെങ്കിൽ പ്രശ്നം വെപ്പുകാരുടെ എടുക്കുന്ന അവർ സേവിക്കുന്ന ഒരു ആത്മാവുണ്ട്, അതും പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനേക്കാളൊക്കെ അപ്പുറമാണ് പരിശുദ്ധാത്മാവ്. ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാണ്. ഈ ആത്മാവ് നമ്മളെ എന്ത് ചെയ്യും? അതുപോലെ നമ്മെ നടത്തും. നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് പറയും. ആത്മാവുമായിട്ട് നല്ല സഹിതത്തിലാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട കാര്യം വരികയില്ല. വരാനുള്ള വിഷയം പറയും. ഇന്നപോലെ വരും, ഇന്നതുപോലെ സംഭവിക്കാൻ പോകും, ഇന്നതുപോലെ തടസ്സങ്ങൾ ഉണ്ടാകാൻ പോകും, ഇന്നതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകും. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒന്നും ദേശത്ത് ചെയ്യത്തില്ല. ദേശത്തിൽ അനർത്ഥം വരുമ്പോൾ ദൈവാത്മാവിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നമ്മളോട് പറയും, ഇന്നെ സംഭവിക്കാൻ പോകും, ഇതിന്റെ അനർത്ഥം ഉണ്ടാകാൻ പോകും. കേട്ടോ? അതേ നിലയിൽ നാം അതുപോലെ നമുക്ക് ഈ ആത്മാവിന്റെ സാന്നിധ്യം ലഭിക്കും. അതുപോലെ നാം എന്ത് ചെയ്യണം? ദൈവവുമായി ഇടപഴകണം. പരിശുദ്ധാത്മാവുമായി നാം ഇടപഴകണം. ആത്മാവ് നമ്മളോട് സംസാരിക്കും. ആത്മാവ് ചില മണ്ഡലങ്ങളിൽ നമ്മെ വിലക്കും. ചിലത് പോകരുതെന്ന് പറയും, ചിലത് വിലക്കും. ചില പദങ്ങൾ പറയുമ്പോൾ ആത്മാവ് പെട്ടെന്ന് വിലക്കും. ചിലപ്പോൾ നമ്മൾ ബോഡി സംസാരിച്ചു റിലേ പോകുന്ന പോലെ ബോഡി നിന്നു നമ്മുടെ ആയിരിക്കും വിദ്യാർത്ഥിയെ കുത്തി നോക്കും. ചിലതൊക്കെ ദൈവാത്മാവ് എന്ത് ചെയ്യും? അത് വിലക്കുക. നമ്മൾ പിന്നെ കുത്തിയിരുന്നത് അച്ഛനാണ്. ദൈവാത്മാവ് വിലക്കുകയോ അത് പറയണ്ട, അത് എനിക്കെന്തല്ല, എനിക്കിഷ്ടമല്ല എന്ന് ആത്മാവ് എന്ത് ചെയ്യുക? വിലക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, കുഞ്ഞുങ്ങളെ, അങ്ങനെയുള്ള വിവര സാങ്കേതിക വിദ്യകളൊക്കെ വർദ്ധിച്ചിരിക്കുന്ന കാലമാണ്. അങ്ങനെയുള്ള സമൂഹത്തിലേക്കാണ്, സാഹചര്യത്തിലേക്കാണ് നിങ്ങളെ അയക്കുന്നത്. മാതാപിതാക്കൾക്ക് ഒരു കാര്യമുള്ളൂ, നിങ്ങൾ സത്യത്തിൽ നടക്കുന്ന കേൾക്കുമ്പോൾ സന്തോഷമാണ്. നിങ്ങൾ പോകുന്ന ആ നിലയേക്കാൾ അപ്പുറമായി നമ്മൾ ചെല്ലുന്ന മേഖലകൾ അതിനേക്കാൾ വിരുദ്ധമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. നാട്ടും പാട്ടും ഊത്തും ഒക്കെയുള്ള വേറൊരു ശൈലിയിലേക്കാണ്. ആ ശൈലിയിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളാലും നിങ്ങളാലും എന്ത് ചെയ്ത് തെറ്റിപ്പോകാനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. എല്ലാവരെയും സഹോദരൻ അവരുടെ പേര് വേണം. അദ്ദേഹം ഒരു പാട്ട് പാടുമ്പോൾ എത്രയോ ആയിരം കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന്റെ പാട്ടിനെ കണ്ടുപിടിക്കും. നമ്മളാണെങ്കിൽ ഒരു കൊല്ലം മുമ്പ് നോട്ടീസ് അടിച്ച്, ഫ്ലക്സ് അടിച്ച്, എല്ലാ സമയത്തും പകർക്കാട് കൊടുക്കും. എത്രയും ചെയ്തിട്ടും ഒരു കൺവെൻഷൻ ജനകണ്ടം നടത്തണമെങ്കിൽ 5000 പേര് വന്നാൽ ഭയങ്കര വിജയമായിട്ടുള്ളത്. അതിന്റെ അടുത്ത മീറ്റിംഗിൽ പോലീസോട് വിലക്ക് വെച്ചാൽ പോലും 8000-10,000 വരും. അവന്റെ കൂടെ കോടിക്കാരായിട്ടൊക്കെ എല്ലാം കറുപ്പ് വേഷമാണ്. അതൊക്കെ ആത്മാവ് വിവേചിക്കുന്നവർക്ക് എന്താണെന്നാണ്. ചെറുപ്പക്കാര് ഏത് ജാതി മതമില്ലാത്ത വിധത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾ എല്ലാ ജാതിയിലും പെട്ട കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? അവന്റെ ആ പാട്ടിൽ ആകർഷിച്ച് എന്ത് ചെയ്യുന്നു? അത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവരൊക്കെ എന്ത് ചെയ്യും?
അതിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. ആനക്കോ കയറ്റി കുരുപ്പേര് കിടക്കുന്നു, അത് കിടക്കുന്നതെന്നാണെന്ന് ആയതുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്ന നേരത്തിന് മുമ്പ് എന്ത് ചെയ്തു? അവരെ പുറത്ത് അവന്റെ ജനങ്ങൾ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞില്ല, അവന്റെ പാട്ടിലൊരു മാസ്മരികത, അവന്റെ പാട്ടിൽ എന്താണ് അതുപോലെ വേറെ പാട്ടും പാടുന്നു, പക്ഷെ 4 പേര് പോലും കേൾക്കാറുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ ഒക്കെ പുറകിൽ എന്തുണ്ട്? ശക്തി, വ്യാപരിക്കുന്ന ശക്തി. കുഞ്ഞുങ്ങളൊന്നും എന്ത് ചെയ്യരുത്, അതിന്റെ സ്വാധീനം വരെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ ഓർമ്മിക്കുന്നു, കർത്താവിനെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഇല്ല. നല്ല പിതാവേ, ഹല്ലേലൂയ. നന്ദി അപ്പ. നീ തന്നെ ആയുസ്സിനും ആരോഗ്യത്തിനും ബലത്തിൽ പിതാവേ, പുതിയ വയസ്സുകൂടെ ലോകത്തിന്റെ കലങ്ങളിൽ ജീവിപ്പാണെന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ആ ആരോഗ്യത്തോടും ആയുസ്സോടും ബലത്തോടും സമാധാനത്തോടും സ്വസ്ഥതയോടും ജീവിപ്പാൻ അനർത്ഥങ്ങൾ ഒഴിഞ്ഞ അപകടങ്ങളെല്ലാം വിടിച്ചു പഠനത്തിൽ നല്ല നിലയിലെത്തുവാൻ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി അവർക്ക് സന്തോഷമുള്ളതായി മാതാപിതാക്കൾ ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും ദൈവർക്ക് അവർ നമുക്ക് വിടയാക്കണം എന്ന് ദൈവത്തോട് ഞങ്ങൾ ദൈവകരങ്ങൾ ദൈവത്തിന്റെ കൃപയുണ്ടാകണം. വഴിയാത്രകളെ സൂക്ഷിക്കണം. ആകാത്ത വഴികളും ആകാത്ത കൂട്ടുകെട്ടും ദൈവനെ വെടിവെച്ചു നാമത്തിന്റെ മഹത്വത്തിനായി ജീവിപ്പാനുള്ള കൃപ അവനെ ചൊരിയപ്പെടേണ്ടത്. മാതാപിതാക്കളെ ദൈവകരങ്ങളേറ്റി നന്മ കാണുവാനും ഒരു ഉയർച്ച കാണുവാനും അവരിൽ വരുന്ന ദൈവികമായിരിക്കുന്ന പ്രവർത്തികൾ കണ്ട് ദൈവത്തിന് നന്ദി കരറ്റുവാനും അവർക്കിടയാണ്. അപ്രകാരം തന്നെ ദൈവസ്വപ്നം അപ്രകാരം അത് സന്തോഷിപ്പാനുള്ള കൃപ ദൈവം തരണമെന്നാണ്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്വപ്നമില്ലാതെ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ വിഷയമായി പ്രബോധനങ്ങൾ പറഞ്ഞ ആശംസാവാക്കുകൾ പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കായി എല്ലാവർക്കായി സാഹചര്യങ്ങളുണ്ട് കടന്നു വരാതെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി അവരെയും അനുഗ്രഹിക്കും. ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത സാന്നിധ്യം പരിശുദ്ധ റൂഹായുമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പാടുവാൻ നാം ചില വിഷയങ്ങളോടും ഇന്ന് ദൈവസ്ഥിതിയിൽ കടന്നു വന്ന ഈ പൈതൃകത്തോട് കുടുംബത്തോട് സഭയിലെ എല്ലാ വിശ്വാസ കുടുംബത്തോടും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാ.